അമ്മ എന്നും അയലമീൻ വെച്ചിട്ട് കറി വെച്ച് തരും, പുളി വെച്ച് തരും, പൊരിച്ച് തരും, തോരൻ വെച്ച് തരും. പക്ഷേ ഇന്ന് അമ്മ പുതിയൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്തിരുന്നത്. അത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ആ റെസിപ്പി എന്താണെന്ന് കണ്ടാലോ? അതിനായി അമ്മ പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അമ്മ മസാലകളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അമ്മ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം അമ്മ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അമ്മ അതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ശേഷം അമ്മ കൈവച്ച് നന്നായി ഞവടി വെച്ചതിന് ശേഷം മീനുകളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയല മീനെല്ലാം പറക്കി വെച്ചിട്ട് ആ മസാല നമ്മളെ മീനിലോട്ട് നല്ലപോലെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒരു മൂടി വെച്ചങ്ങ് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം അമ്മ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനിയാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ഇടണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം നമ്മുടെ മീനെല്ലാം ഒരു വശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മൂടിയൊന്ന് മാറ്റി കൊടുക്കാം. വാവ്, നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലപോലെ മുരിഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ആ മീൻ. ആ ഒരു വശം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അമ്മ ആദ്യം ഒന്ന് തിരിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പറ്റിയില്ല ഗൈസ്. പിന്നെ അമ്മ അത് ഇങ്ങോട്ട് വന്നാണ് തിരിച്ചിട്ടത്. എന്നാലും നമ്മുടെ മീനിൻ്റെ മണം പൊളിയാണ് കേട്ടോ. അപ്പം ഇതുപോലെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഓയിലൊന്നും ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പം എന്തായാലും എങ്ങനെയൊക്കെ അമ്മ ആ മീനിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മീനെല്ലാം. അപ്പം നമ്മുടെ മീനെല്ലാം നല്ല ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലയിട്ട് മീൻ ഫ്രൈ റെഡി. അപ്പോൾ ബൈ, നാളെ വീഡിയോ കാണാം.